നമസ്കാരം. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട്. വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ്. കുടുംബസമേതമായും അല്ലാതെയും ഒക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്താറുമുണ്ട്. അമ്മയും മക്കളും എന്ത് ചെയ്താലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കും എല്ലാം അറിയാൻ പറ്റാറുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയാറുള്ളത്. മക്കളിൽ രണ്ടാമത്തെ ആളായ ഓസി എന്ന ദിയ കൃഷ്ണയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേശാണ് ദിയയെ വിവാഹം ചെയ്യുന്നത്. അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. കൃഷ്ണ സിസ്റ്റേഴ്സിൽ സിനിമയിൽ അഭിനയിക്കാത്ത ഒരേ ഒരാൾ ദിയ കൃഷ്ണയാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായി ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ദിയ കൃഷ്ണ. അഹാനയുടെ സഹോദരിമാരിൽ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ദിയ കൃഷ്ണ. ബിസിനസ് രംഗത്തും സ്വന്തമായൊരു ഇടം ദിയ കണ്ടെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷങ്ങളെല്ലാം മറ്റും സ്ഥിരമായി പങ്കുവയ്ക്കാറുണ്ട് ദിയ കൃഷ്ണ. ദിയയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒക്കെ സൂപ്പർ ഹിറ്റാണ്. ദിയയുടെ വ്ളോഗുകളും റീലുകളും ഒക്കെ വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ് ദിയ കൃഷ്ണ. താരം വിവാഹം കഴിക്കാൻ പോവുകയാണ്. സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിക്കുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ഇന്ന് ദിയയും അശ്വിനും. ഇരുവരുടെയും വീഡിയോകൾ വൈറലായി മാറാറുണ്ട്. തങ്ങളുടെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് ദിയയുടെ ചാനലിലും പേജിലും ഒക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം താലി പൂജിച്ച് വാങ്ങിയതിന്റെയും രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് സമയം പങ്കിട്ടതിന്റെയും എല്ലാം വീഡിയോകൾ ദിയ പങ്കുവയ്ക്കുകയും വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മകളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സിന്ധു കൃഷ്ണ. ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു സിന്ധു കൃഷ്ണ. ഇതിനിടെയായിരുന്നു ചിലർ ദിയയുടെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ചത്. ദിയ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് തോന്നുന്നതെന്നായിരുന്നു ചോദ്യം. എല്ലാ ദിവസവും രാത്രി അവളെ വീട്ടിൽ കാണുന്നത് മിസ് ചെയ്യും. രാത്രി വൈകി വരുമ്പോൾ വഴക്ക് പറയുന്നതും സമയത്ത് വന്ന് കിടക്കാൻ പറയുന്നതും ഭയങ്കരമായി മിസ് ചെയ്യും. 4 പേരും അടുത്തുണ്ടാകുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ്. അത് മിസ് ചെയ്യും എന്നായിരുന്നു സിന്ധുവിന്റെ മറുപടി. പിന്നാലെ ഇതിന് ദിയ തന്റെ സ്റ്റോറിയിലൂടെ മറുപടി നൽകുന്നുണ്ട്. ഒരു മതിലിനപ്പുറത്തല്ലേ ഞാൻ താമസിക്കുന്നത് എന്നായിരുന്നു ദിയയുടെ മറുപടി. കല്യാണ പർച്ചേസിംഗ് എന്തായെന്നായിരുന്നു വേറൊരാൾ ചോദിച്ചത്. സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടെന്നായിരുന്നു സിന്ധു നൽകിയ മറുപടി. ഇതിനിടെ മറ്റൊരാൾ അശ്വിനെ കുറിച്ചുള്ള അഭിപ്രായവും ചോദിക്കുന്നുണ്ട്. അശ്വിൻ ഒരു സ്വീറ്റ് ബോയ് ആണ്. നമ്മുടെ കൂടെയൊക്കെ വരുമ്പോൾ വളരെ സ്വീറ്റ് ആണ്, ഹോംലിയാണ്, കെയറിംഗ് ആണെന്നായിരുന്നു സിന്ധു പറഞ്ഞത്. തുടർന്ന് അതാണ് എന്റെ മാമിയാർ എന്ന് പറഞ്ഞ് അശ്വിനി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതം പറക്കുകയാണെന്ന് തോന്നും, ചിലപ്പോൾ തോന്നും എല്ലാവരും കുഞ്ഞായിരുന്നാൽ മതിയെന്നായിരുന്നു എന്ന്, ചിലപ്പോൾ തോന്നും അവരൊക്കെ വേഗം വളരട്ടെ, വേഗം ജീവിതം ആരംഭിക്കട്ടെ എന്ന്, നമുക്കൊന്നും കാണണ്ടേ. എന്റെ വികാരങ്ങൾ സമ്മിശ്രമാണ്. ഞാൻ വളരെ പ്രാക്ടിക്കലായ ഒരു വ്യക്തിയാണ്. എന്ത് വന്നാലും നേരിടാം, എക്സൈറ്റഡുമാണ്. ജീവിതം മുന്നോട്ട് പോകണമല്ലോ എന്നും സിന്ധു കൃഷ്ണ ദിയയുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. എല്ലാവരും കുഞ്ഞായിരുന്നാൽ മതിയെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടെന്നാണ് ഈ താരം പറയുന്നത്. അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേശാണ് ദിയയെ വിവാഹം ചെയ്യുന്നത്. നീണ്ട നാളത്തെ സൗഹൃദം പ്രണയമായി മാറിയതോടെയാണ് ഇരുവരും വീട്ടുകാരോട് കാര്യം പറഞ്ഞത്. തമിഴ്നാട്ടുകാരനാണെങ്കിലും അസലായി തന്നെ മലയാളം പറയും അശ്വിൻ. അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും കുടുംബവുമെല്ലാം പ്രേക്ഷകർക്ക് പരിചിതരാണ്. കല്യാണം തീരുമാനിച്ചത് മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയയും അശ്വിനും പങ്കിടുന്നുണ്ട്. സെപ്റ്റംബറിലാണ് വിവാഹമെന്ന് ഇവർ പറഞ്ഞിരുന്നു. താലി വാങ്ങിയതും സ്വർണം വാങ്ങാൻ പോയതുമെല്ലാം ദിയ കാണിച്ചിരുന്നു. അടുത്തിടെ കൃഷ്ണകുമാറും കുടുംബവും അശ്വിന്റെ സഹോദരന്റെ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു. അച്ഛൻ ദുബായിലേക്ക് പോവുകയാണ്. അതിനു മുന്നോടിയായി എല്ലാവരെയും കണ്ടതാണ്. ഇതൊരു സൗഹൃദ സന്ദർശനമാണെന്നാണ് ദിയ അന്ന് പറഞ്ഞത്.